ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗിരിജ, സീനിയർ ഇൻസ്ട്രക്ടർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം, ഗവൺമെൻറ് IT മലമ്പുഴ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് UPSൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് UPSും അതിൻ്റെ ഡെഫിനിഷൻസും ഓഫ്ലൈൻ UPSൻ്റെ വർക്കിങ്ങുമാണ് വിശദീകരിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ലൈൻ ഇൻ്ററാക്റ്റീവ് UPS, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓൺലൈൻ UPS, അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ UPS. ഇപ്പോൾ നമുക്ക് ഇത്രയും ഒബ്ജക്റ്റീവ്സിൽ നിന്ന് ആദ്യത്തെ ഒബ്ജക്റ്റീവ്സായ ലൈൻ ഇൻ്ററാക്റ്റീവ് UPS എന്താണെന്ന് നോക്കാം. UPSൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഒന്നാമതായിട്ട് കാണിക്കുന്നത് ഫിൽറ്ററാണ്. ഫിൽറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നോയിസ് സിഗ്നലിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷനെയാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. AC മെയിൻസിലുള്ള നോയിസിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷൻ. വോൾട്ടേജ് റെഗുലേറ്റർ, അതായത് മെയിൻസ് ACയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനൊന്നും ഔട്ട്പുട്ടിനെ ബാധിക്കാതെ റെഗുലേറ്റഡ് വോൾട്ടേജ് ലഭ്യമാവുന്നതിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ബ്ലോക്കാണ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓഫ്ലൈൻ UPS നമ്മൾ വിശദീകരിച്ചപ്പോൾ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സിസ്റ്റത്തിന്, അതായത് ഓഫ്ലൈൻ UPSന് മെയിൻസ് ACയെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ല എന്നതാണ്. അപ്പോൾ ആ ഒരു ഡിസ്അഡ്വാൻറ്റേജ് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫർ സ്വിച്ച്, ചേഞ്ച് ഓവർ സ്വിച്ച് എന്നൊക്കെ പറയാം. ബാറ്ററി, ഇൻവെർട്ടർ ബാർ കൺവെർട്ടർ യൂണിറ്റ്. ഇപ്പോൾ ഓഫ്ലൈൻ UPSൽ നോക്കിയപ്പോൾ ഇൻവെർട്ടർ ആയിരുന്നു. ഇവിടെ ഇൻവെർട്ടറും ചാർജിങ് യൂണിറ്റും കൂടെ ഒരുമിച്ചാണ്, ഒരേ യൂണിറ്റാണ്, അതായത് ഇൻവെർട്ടർ ബാർ കൺവെർട്ടർ യൂണിറ്റ്. ഇപ്പോൾ ഓരോ സെക്ഷനും എന്തൊക്കെയാണ് ചെയ്യുന്നത്? നോയിസസ് ഒഴിവാക്കുന്നതിനുള്ള ഫിൽറ്റർ സെക്ഷൻ, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് ലഭ്യമാക്കുന്നതിനുള്ള വോൾട്ടേജ് റെഗുലേറ്റർ, സപ്ലൈ മെയിൻസിൻ്റെ പ്രസൻസിലും ആബ്സെൻറ്റിനും സ്വിച്ച് ചേഞ്ച് ഓവർ ചെയ്യാനുള്ള ട്രാൻസ്ഫർ സ്വിച്ച്, അതുപോലെ മെയിൻസ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ ബാറ്ററിയെ ചാർജ് ചെയ്യുന്നതിനും, അതേപോലെ ആബ്സെൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അതായത് മെയിൻസ് ആബ്സെൻ്റ് ആയിരിക്കുന്ന സമയത്ത് DCയിൽ നിന്ന് AC ലഭ്യമാക്കുന്നതിനുള്ള ഇൻവെർട്ടർ സർക്യൂട്ടുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഇതിന് ബാറ്ററി ഒരു അഡീഷണലായിട്ട് നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് ഫിൽറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ, ട്രാൻസ്ഫർ സ്വിച്ച്, ഇൻവെർട്ടർ ബാർ കൺവെർട്ടർ യൂണിറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻസ് കണക്ട് ചെയ്യാം. AC മെയിൻസ് ഫിൽറ്ററിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഫിൽറ്റർ അതിനെ എന്ത് ചെയ്തു? മെയിൻസിലുണ്ടായിരുന്ന അടങ്ങിയിരിക്കുന്ന നോയിസസിനെ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞ് പ്യുവറായിട്ടുള്ള സൈൻ വേവ് നമ്മളുടെ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കൊടുത്തു. വോൾട്ടേജ് റെഗുലേറ്റർ ഈ ഫ്ലക്ച്വേഷനുള്ള AC വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് AC വോൾട്ടേജായിട്ട്, റെഗുലേറ്റഡ് AC വോൾട്ടേജാക്കി മാറ്റി തരുന്നു. നോർമലി വോൾട്ടേജ് റെഗുലേറ്ററിനകത്ത് ഓട്ടോ ട്രാൻസ്ഫോമർ, അതായത് മൾട്ടി ടൈപ്പുള്ള ഓട്ടോ ട്രാൻസ്ഫോമറും ബക്കിംഗ് ആൻഡ് ബൂസ്റ്റിംഗ് സർക്യൂട്ടുമാണ്. ആവശ്യത്തിനനുസരിച്ച് ബക്ക് വേണോ ബൂസ്റ്റ് വേണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്ന ബക്ക് ആൻഡ് ബൂസ്റ്റ് സർക്യൂട്ടുമാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓഫ്ലൈനുള്ളതുപോലെ തന്നെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചാണ്. ആ ചേഞ്ച് ഓവർ സ്വിച്ച് ഇൻവെർട്ടർ കൺവെർട്ടർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ കൺവെർട്ടർ യൂണിറ്റ് ഈ AC വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്തതിന് ശേഷം ബാറ്ററിക്ക് ചാർജ് ചെയ്യാനുള്ള വോൾട്ടേജ് ലഭ്യമാക്കണം. അതിനുവേണ്ടിയാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതുവഴിയാണ് ലോഡിലേക്ക്, ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ എത്തിക്കുന്നത്.
അപ്പോൾ നമ്മുടെ എ സി മെയിൻസ് ഏത് വഴിയാണ് ഔട്ട്പുട്ടിലോട്ട് എത്തിയേക്കുന്നത്? ഫിൽറ്റർ വഴി, വോൾട്ടേജ് റെഗുലേറ്റർ, ചേഞ്ച് ഓവർ സ്വിച്ച്, ഇൻവെർട്ടർ കൺവെർട്ടർ യൂണിറ്റിലൂടെ കടന്നു പോയിട്ട് ഔട്ട്പുട്ടിലെത്തും. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്? ബാറ്ററിയെ ചാർജ് ചെയ്യിക്കണ്ടേ? ആ കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രവർത്തനം ഒന്നും കൂടെ നോക്കാം. When mains AC is present, the AC is connected to output through a filter and voltage regulating unit. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എ സി പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിലേക്ക് ഈ എ സി കണക്ട് ചെയ്യുന്നത് ഫിൽറ്ററിലൂടെയും വോൾട്ടേജ് റെഗുലേറ്റിംഗ് യൂണിറ്റിലൂടെ, ട്രാൻസ്ഫർ സ്വിച്ചിലൂടെ ആണ്. The voltage regulator is usually an auto transformer with a number of tapping and stabilizes the mains input by bucking or boosting as per requirement. വോൾട്ടേജ് റെഗുലേറ്ററിൽ മൾട്ടി ടാപ്പുള്ള ഓട്ടോ ട്രാൻസ്ഫോമറാണ്. കൂടാതെ ബക്ക് സർക്യൂട്ടും ബൂസ്റ്റ് സർക്യൂട്ടും ആവശ്യാനുസരണം. ചില സമയത്ത് നമ്മുടെ വോൾട്ടേജ് കുറവായിരിക്കും, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ലെവൽ വർദ്ധിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് സർക്യൂട്ട് ആക്റ്റീവാവും. അതേപോലെ വോൾട്ടേജ് കൂടുതലുള്ള സമയത്ത്, അതായത് 230 കൂടുതലായിട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് വോൾട്ടേജിനെ കുറയ്ക്കണം. അതിന് ബക്ക് സർക്യൂട്ട് യൂസ് ചെയ്യണം. ഓട്ടോ ട്രാൻസ്ഫോമറും ഉണ്ട്, ബക്ക് ബൂസ്റ്റ് അറേഞ്ച്മെൻറ്റും ഉണ്ട്. The inverter converter unit performs the function of battery charger and inverter. ഇൻവെർട്ടർ കൺവെർട്ടർ എന്ന് പറയുന്ന യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഇൻവെർട്ടറായിട്ടും പ്രവർത്തിക്കും, ബാറ്ററി ചാർജറായിട്ടും പ്രവർത്തിക്കും. When AC is available, this unit charges the battery. AC പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇൻവെർട്ടർ കൺവെർട്ടർ യൂണിറ്റ് എന്ത് ചെയ്യും? ബാറ്ററിയെ ചാർജ് ചെയ്യിക്കും. When mains AC fails, it inverts DC to AC and supplies power to load. മെയിൻസ് എ സിയുടെ ആബ്സെൻസിൽ ഈ ഇൻവെർട്ടർ സർക്യൂട്ട് ബാറ്ററിയിൽ നിന്നുള്ള ഡി സി വോൾട്ടേജിനെ എ സി വോൾട്ടായി കൺവെർട്ട് ചെയ്തിട്ട് ലോഡിലേക്ക് സപ്ലൈ ചെയ്യും. ഇത്രയുമാണ് ലൈൻ ഇൻ്ററാക്റ്റീവ് യു പി എസിൻ്റെ പ്രവർത്തനം. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. The transition is not instantaneous and time delay of few milliseconds is involved. ട്രാൻസിഷന് വേണ്ടിയിട്ട് മില്ലി സെക്കൻഡുകളുടെ ആവശ്യം നമുക്ക് ലൈൻ ഇൻ്ററാക്റ്റീവ് യു പി എസിൽ ആവശ്യമുണ്ട്. അതായത് ട്രാൻസിഷന് വേണ്ടി സമയമെടുക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ കുറഞ്ഞ മില്ലി സെക്കൻഡ് ആണ്. ഈ ട്രാൻസിഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാലോ? എ സി പെട്ടെന്ന് കട്ടാവുന്ന സമയത്ത്, മെയിൻസ് എ സി കട്ടാവുന്ന സമയത്ത് ബാറ്ററിയുടെ എനർജിയാണ് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരേണ്ടത്. അതിനെടുക്കുന്ന ആ ചേഞ്ച് ഓവർ ടൈമാണ് ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത്. തീർച്ചയായും എ സി വന്നുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് എ സി കട്ടായത്. അപ്പോൾ ആ സമയത്ത് ഔട്ട്പുട്ട് ലഭ്യമാവാൻ എടുക്കുന്ന സമയം ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത്. Compared to offline UPS, line interactive UPS performs better as the mains is regulated. ഓഫ്ലൈൻ യു പി എസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈൻ ഇൻ്ററാക്റ്റീവ് യു പി എസ് ബെറ്റർ പെർഫോമൻസ് ആണ്. കാരണം അതിനകത്ത് എന്തുണ്ട്? മെയിൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ട്. ഓഫ്ലൈൻ യു പി എസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു മെയിൻസ് എ സിയെ റെഗുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നത്. ഈ ലൈൻ ഇൻ്ററാക്റ്റീവ് യു പി എസിൻ്റെ കപ്പാസിറ്റി 750 വോൾട്ട് ആംപിയർ മുതൽ 5000 വോൾട്ട് ആംപിയർ വരെയാണ്. ഇതെവിടെയാണ് ഉപയോഗിക്കുക? ആപ്ലിക്കേഷൻ യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിത്ത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ കുറച്ച് അധികം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. ആ കമ്പ്യൂട്ടേഴ്സിനെ സിംഗിൾ യൂണിറ്റ് യു പി എസിൽ നിന്ന് വർക്ക് ചെയ്യിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം?
ലൈൻ ഇൻ്ററാക്റ്റീവ് UPS ഉപയോഗിക്കാം. ഇനി നമുക്ക് ഓൺലൈൻ UPS എന്താണെന്ന് നോക്കാം. ഓൺലൈൻ UPS ഓൾസോ നോൺ ആസ് ഡബിൾ കൺവേർഷൻ UPS ഓർ ട്രൂ ഓൺലൈൻ UPS. ഈ ഓൺലൈൻ UPSനെ ഡബിൾ കൺവേർഷൻ UPS എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന AC-യെ ആദ്യം DC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും തുടർന്ന് ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് വീണ്ടും AC ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം AC-യെ DC ആക്കണം ഒന്നാമത്തെ കൺവേർഷനും, ഈ DC-യെ വീണ്ടും AC ആക്കി മാറ്റുന്നത് രണ്ടാമത്തെ കൺവേർഷനും. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ UPSനെ ഡബിൾ കൺവേർഷൻ UPS എന്ന് പറയുന്നത്. അതേപോലെ അതിന് ട്രൂ ഓൺലൈൻ UPS എന്നും പറയാറുണ്ട്. ഓൺലൈൻ UPS ഓഫർ ബെസ്റ്റ് പവർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഡിസ്റ്റർബൻസസ് ലൈക്ക് ഷോർട്ട് സർക്യൂട്ട്, ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ് എക്സെട്ര. ഏത് തരം ഡിസ്റ്റർബൻസിൽ നിന്നുമുള്ള ഒരു പ്രൊട്ടക്ഷൻ സാധ്യമാകുന്ന UPS ആണ് ഓൺലൈൻ UPS. അതായത് ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിലും ഓവർ വോൾട്ടേജ് വന്നാലും അണ്ടർ വോൾട്ടേജ് ആണെങ്കിലും പ്രൊട്ടക്ഷൻസ് ലഭ്യമാവുന്ന ഡിസൈനിങ് ആണ് ഓൺലൈൻ UPSൻ്റേത്. The output voltage is highly stabilized with a tolerance of 1%. അത് മറ്റ് രണ്ട് UPSൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഹൈലി സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ടാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. അതിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത് 1% ആണ്. അത് വളരെ കുറഞ്ഞ വേരിയേഷൻ മാത്രമേ ഔട്ട്പുട്ടിന് വരുന്നുള്ളൂ. The output voltage varies between 227 and 233 volt. നോർമലി നമ്മുടെ വോൾട്ടേജ് 230 ആണ്. ഈ 230യിൽ നിന്നും 227ലേക്ക് 3 വോൾട്ടും അതേപോലെ 233ലേക്ക് 3 വോൾട്ടും, അങ്ങനെ ടോട്ടലി നമുക്ക് 6 വോൾട്ടേജാണ്, 6 വോൾട്ടാണ് വേരിയേഷൻ ഉണ്ടാവുന്ന ടോളറൻസ് എന്ന് പറയാവുന്നത്, അതായത് 1%. ഇനി ഫ്രീക്വൻസിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഫ്രീക്വൻസിയിൽ വരുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് നോർമലി നമുക്ക് 50 ഹെർട്സ് വേണ്ടവിടെ 49.95 മുതൽ 50.05 വരെയുള്ള വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഫ്രീക്വൻസിയുടെ കാര്യത്തിലും വോൾട്ടേജിൻ്റെ കാര്യത്തിലും ഹൈലി സ്റ്റെബിലൈസ്ഡ് ആണ് ഓൺലൈൻ UPS. Modern online UPS provides digital display for displaying input voltage, output voltage, frequency, battery status, power delivered, error codes and messages. ആ UPSന് എത്ര വോൾട്ട് ഇൻപുട്ടാണ് ലഭ്യമാകുന്നത്, എത്ര വോൾട്ട് ഔട്ട്പുട്ട് ഈ UPS തരുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, ബാറ്ററിയുടെ സ്റ്റാറ്റസ് എന്താണ്, അതായത് എത്രമാത്രം ചാർജ് അതിൽ ഉണ്ട്, അതേപോലെ എത്ര പവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇത് വർക്കിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ എറർ കോഡ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതുപോലെ മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡിസ്പ്ലേസ് എല്ലാം ഇന്നത്തെ മോഡേൺ ഓൺലൈൻ UPSൽ ലഭ്യമാണ്. ഇനി നമുക്ക് ഓൺലൈൻ UPSൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇതിനകത്ത് ഡബിൾ കൺവേർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം AC-യെ DC ആക്കുക, അതായത് മെയിൻസ് AC-യെ DC ആക്കുന്നതിനും ബാറ്ററിയെ ചാർജ് ചെയ്യുന്നതിനും, അതായത് ഈ രണ്ട് ഫങ്ഷനും മെയിൻസ് AC-യെ DC ആക്കിയിട്ടാണ് വീണ്ടും AC ആക്കി മാറ്റിയാണ് ഓൺലൈൻ UPS ചെയ്യുന്നത്. അതിനുള്ളതും അതേപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനും കൂടിയുള്ള സംവിധാനമാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന റെക്ടിഫയർ ആൻഡ് ചാർജർ. ചാർജർ എന്തിനു വേണ്ടിയാണ്? ബാറ്ററിക്ക് വേണ്ടിയിട്ട്. എല്ലാ UPSലും നമ്മൾ ബാറ്ററി അറ്റാച്ച് ചെയ്തിരിക്കും. ഇൻവെർട്ടറും എല്ലാ UPSൻ്റെയും പാർട്ടാണ്. ഇവിടെ നമ്മൾ മറ്റ് UPSകളിൽ ഉണ്ടാകാതിരുന്ന UPS സ്റ്റാറ്റിക് സ്വിച്ച്, ഇത് നോർമലി ക്ലോസ്ഡ് സ്വിച്ചാണ്.
നെക്സ്റ്റ് വന്നിട്ട് ലോഡ്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ബ്ലോക്കും കൂടിയുണ്ട്, മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച്. ഇത്രയുമാണ് ഇതിൻ്റെ സ്റ്റേജസ്. ഫസ്റ്റ് കൺവേർഷന് വേണ്ടിയിട്ടുള്ള റെക്ടിഫയർ പ്ലസ് ചാർജർ, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ, ദെൻ ഇൻവെർട്ടർ യൂണിറ്റ്, DC to AC കൺവേർഷൻ, ദെൻ UPS സ്റ്റാറ്റിക് സ്വിച്ച്, ദെൻ ലോഡ്, ഫൈനലി മെയിൻസ് സ്റ്റാറ്റിക് സ്വിച്ച്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം. AC റെക്ടിഫയറിലേക്ക് കൊടുത്തു. റെക്ടിഫയറിന് ഔട്ട്പുട്ടിൽ DC വരും. ആ DC ബസ്സിൽ എന്തൊക്കെയാണ് കണക്ഷൻ വരുന്നത്? റെക്ടിഫയർ വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്, ഇൻവെർട്ടർ വരുന്നുണ്ട്. അതായത് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ലഭ്യമാവുന്ന DC ഇൻവെർട്ടറിലോട്ടും ബാറ്ററിയിലോട്ടും കണക്ട് ചെയ്യപ്പെടുന്നു. ഇനി ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? AC ആണ്. ഈ AC UPS സ്റ്റാറ്റിക് സ്വിച്ച് വഴി ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയും ആയാലും ഒരു നോർമൽ ഓൺലൈൻ UPSൻ്റെ വർക്കിംഗ് ആയി. പിന്നെ എന്തിനാണ് മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് നോക്കാം. ഈ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ചിലോട്ട് നമ്മൾ AC മെയിൻസ് കണക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് നോർമലി ഓപ്പൺ സ്വിച്ചാണ്. അതുകൊണ്ട് നോർമൽ കേസിലൊന്നും അങ്ങോട്ടേക്ക്, അതായത് മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് കഴിഞ്ഞിട്ട് സപ്ലൈ വരുന്നില്ല. പിന്നെ എപ്പോഴാണ് അത് വർക്ക് ചെയ്യണത്? ഈ UPSന് ഓവർലോഡ് വരുന്ന സമയത്ത് UPS കേടുവരാതെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയും, അതേ സമയത്ത് UPS ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോഡുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ലോഡിന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ UPSനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാരലൽ പാത്ത് അല്ലെങ്കിൽ ബൈപ്പാസാണ് മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് എന്ന് പറയുന്നത്. ഓവർലോഡ് കണ്ടീഷനിൽ മെയിൻസ് AC മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് വഴി ഔട്ട്പുട്ടിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നു. നോക്കാം. ഡ്യൂറിങ് നോർമൽ കണ്ടീഷൻ ഇൻവെർട്ടർ സപ്ലൈസ് എനർജി ടു ലോഡ് ഫ്രം മെയിൻസ് AC ത്രൂ റെക്ടിഫയർ സർക്യൂട്ട്. ഒന്നാമത്തെ വർക്കിംഗ് എന്താണ്? മെയിൻസ് AC പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇൻവെർട്ടറാണ് ലോഡിലേക്ക് സപ്ലൈ തരുന്നത്. എവിടെ നിന്നുള്ള? മെയിൻസ് ACയിൽ നിന്നും റെക്ടിഫയർ DC ആക്കി മാറ്റിയതിന് ശേഷം ആ എനർജിയെ വീണ്ടും AC ആക്കി മാറ്റിയിട്ട് ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു. The rectifier also charges the battery continuously. റെക്ടിഫയർ ഇൻവെർട്ടറിലേക്കുള്ള സപ്ലൈ മാത്രമല്ല കൊടുക്കുന്നത്, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സൗകര്യം കൂടെ അതിനകത്ത് ഉണ്ട്. വെൻ ദ ലൈൻ ഫെയിൽസ്, അതായത് AC മെയിൻസ് കട്ടാവുന്ന സമയത്ത് ദ ഇൻവെർട്ടർ സ്റ്റിൽ സപ്ലൈസ് എനർജി ടു ദ ലോഡ് ഫ്രം ദ ബാറ്ററി. നേരത്തെ ഇൻവെർട്ടർ രണ്ട് സമയത്തും ഇൻവെർട്ടർ തന്നെയാണ് ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. AC പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത് ACയിൽ നിന്നാണ് റെക്ടിഫയർ വഴി എടുക്കുന്ന എനർജി ലോഡിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. എന്നാൽ AC ഫെയിലാവുന്ന സമയത്ത് ആ സമയത്തും ഇൻവെർട്ടർ AC സപ്ലൈ ചെയ്തു ഔട്ട്പുട്ട് ലഭ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് എനർജി എടുക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്. No transfer time exists during the transition from നോർമൽ ടു സ്റ്റോർഡ് എനർജി മോഡ്. അതായത് രണ്ട് മോഡാണല്ലോ, ഒന്ന് നോർമൽ മോഡും ഒന്ന് സ്റ്റോർഡ് എനർജി മോഡും. സ്റ്റോർഡ് എനർജി എവിടെയാണുള്ളത്? ബാറ്ററിയിലാണ്. അപ്പോൾ നോർമൽ മോഡിൽ നിന്ന് സ്റ്റോർഡ് എനർജി മോഡിലേക്ക് മാറുന്നതിന് ഒട്ടും തന്നെ ടൈം എടുക്കുന്നില്ല. നോ ട്രാൻസിഷൻ ടൈം എക്സിസ്റ്റ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഫ്രം നോർമൽ ടു സ്റ്റോർഡ് എനർജി മോഡ്സ്. അതായത് മറ്റ് രണ്ട് UPSകൾക്കും ഫ്യൂ മില്ലി സെക്കൻഡ്സ് ട്രാൻസ്മിഷൻ ടൈം ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. എന്നാൽ ഓൺലൈൻ UPSൻ്റെ കേസിൽ ഒരു ട്രാൻസിഷൻ ടൈമും ഇല്ല. അതായത് യാതൊരു തടസ്സവും ഇല്ലാതെ ഒട്ടും തന്നെ സമയം മെനക്കെടുത്താതെ നമ്മുടെ ലോഡിലേക്ക് സപ്ലൈ ലഭ്യമായിക്കൊണ്ടേയിരിക്കും. വെൻ ദ ഓവർലോഡ് ഒക്കേഴ്സ്, അതായത് നമ്മൾ
ഈ യു പി എസിന് താങ്ങാവുന്നതിലും കൂടുതൽ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവർലോഡ് വരുമല്ലോ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ദ ബൈപ്പാസ് സ്വിച്ച് കണക്ട്സ് ദ ലോഡ് ഡയറക്ട്ലി ടു ദ യൂട്ടിലിറ്റി മെയിൻസ്. നമ്മൾ എടുക്കുന്ന മെയിൻ സപ്ലൈയിൽ നിന്ന് മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് നേരെ ലോഡിലേക്ക് എ സി കണക്ട് ചെയ്യും. ദെയർ ബൈ അവോയ്ഡിങ് ദ ഡാമേജ് ഓഫ് ദ യു പി എസ് മോഡ്യൂൾ. അതുകൊണ്ട് യു പി എസ് മോഡ്യൂളിന് ഡാമേജ് ഒന്നും സംഭവിക്കാതെ നിലനിർത്താൻ സാധിക്കുന്നു. In this situation, the output voltage must be synchronized with the utility phase. Otherwise, the bypass operation will not be allowed. ഓവർലോഡ് ടൈമിൽ നമ്മൾ മെയിൻസ് എ സി നേരെ ലോഡിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിലും യൂട്ടിലിറ്റി ഫേസുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്ന തരത്തിലാണ് ഔട്ട്പുട്ട് ലഭ്യമാവുന്നത്. അല്ലാത്ത പക്ഷം ഈ ബൈപ്പാസ് ഓപ്പറേഷൻ അനുവദിക്കപ്പെടില്ല. ഓക്കെ, ഓവർലോഡ് വരുന്ന സമയത്താണ് മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. എന്നാലും ഇതിനൊരു ഔട്ട്പുട്ട് വോൾട്ടേജിന് യൂട്ടിലിറ്റി ഫേസുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ലഭ്യമാകുന്നത്. അല്ലാത്ത കേസിൽ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് അല്ലെങ്കിൽ ബൈപ്പാസ് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യില്ല. ഇനി നമുക്ക് ഓൺലൈൻ യു പി എസിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതിനകത്ത് നോ സ്വിച്ചിങ് ഇൻവോൾവ്ഡ്, സ്വിച്ചിങ് ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ ബെറ്റർ ഐസൊലേഷൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് മെയിൻ പവർ സോഴ്സ്. കാരണം എന്താണ്, നമ്മൾ എ സി ഡയറക്റ്റ് ഔട്ട്പുട്ടിലോട്ട് കണക്റ്റ് ചെയ്യുന്നില്ല. ആ എ സിയെ ഡി സി ആക്കിയിട്ട് വീണ്ടും എ സി ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ അവിടെ ഐസൊലേഷൻ സംഭവിച്ചു. അതുപോലെ പവർ റെഗുലേഷൻ ഈസ് ബെറ്റർ. മറ്റ് 2 യു പി എസുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ പവർ റെഗുലേഷൻ വളരെ നല്ലതാണ്. ഗുഡ് സസ്റ്റെയിൻ ബ്രൗൺ ഔട്ട് പ്രൊട്ടക്ഷൻ. ബ്രൗൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെയിൻ സപ്ലൈയിൽ മിക്ക സമയത്തും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ ലൈറ്റ് ബൾബൊക്കെ ഡിമ്മായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്കറിയാലോ. ആ കണ്ടീഷനെയാണ് നമ്മൾ ബ്രൗൺ ഔട്ട് എന്ന് പറയുന്നത്. ലോഡ് ഷെഡിങ്ങിനെ നമ്മൾ പറയുന്നത് ബ്ലാക്ക് ഔട്ട് എന്നാണ്. അപ്പോൾ ബ്രൗൺ ഔട്ട് ആയാലും ബ്ലാക്ക് ഔട്ട് ആയാലും നമ്മുടെ യു പി എസ് അതിൽ കണക്ട് ചെയ്ത ലോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നു. ടിപ്പിക്കലി സിനുസോയിഡൽ ഔട്ട്പുട്ട്. ഇതിൻ്റെ യു പി എസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്യുവർ സൈൻ വേവ്സ് ആണ്. പവർ ഫാക്ടർ കറക്ഷൻ ആൻഡ് ഹയർ റിലയബിലിറ്റി. ഇതിനകത്ത് മറ്റുള്ള യു പി എസുകളിലില്ലാത്ത പവർ ഫാക്ടർ കറക്ഷനും ഹയർ റിലയബിലിറ്റിയും ഈ യു പി എസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ ഓൺലൈൻ യു പി എസ് ഈസ് മോർ കോസ്റ്റ്ലി ദാൻ അതർ യു പി എസ് സിസ്റ്റം. അതെന്തായിരിക്കും കാരണം? മറ്റ് യു പി എസ് സിസ്റ്റത്തിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഇത്രയും പെർഫോമൻസ് തരണമെങ്കിൽ അത്രയും അധികം സർക്യൂട്ടുകൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമാവുന്ന സമയത്ത് തീർച്ചയായും അതിൻ്റെ കോസ്റ്റ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാവും. അത് മാത്രമാണ് ഓൺലൈൻ യു പി എസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ 3 യു പി എസിൻ്റെ കമ്പാരിസണും തുടർന്നുള്ള ഭാഗങ്ങളും അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. താങ്ക് യു.